കൊടകര കുഴൽപ്പണ കേസ് ഇഡി അട്ടിമറിച്ചതും ബിജെപിയെ വെള്ളപൂശിയതും സംസ്ഥാന പോലീസ് കൈമാറിയ തെളിവുകൾ പോലും അവഗണിച്ച് കവർച്ച ചെയ്ത കോടികൾ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടായി ആയ കള്ളപ്പണമാണെന്നായിരുന്നു പോലീസ് തെളിവുകൾ സഹിതം കണ്ടെത്തിയത്. സംസ്ഥാന പോലീസിന്റെ അധികാരപരിധിക്ക് മുകളിലുള്ള ഉയർന്ന തുക ആയതിനാലും അന്തർ സംസ്ഥാന ബന്ധമുള്ളതിനാലും മാത്രം അന്വേഷണം ഇഡിക്ക് കൈമാറാൻ നിർബന്ധിതമാവുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി 41.4 കോടി കുഴൽപ്പണം ഇറക്കിയെന്നായിരുന്നു സംസ്ഥാന പോലീസിന്റെ കണ്ടെത്തൽ. ഇക്കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇഡിക്ക് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായനികുതി വകുപ്പിനും സംസ്ഥാന പോലീസ് യഥാസമയം റിപ്പോർട്ട് നൽകി. പണമിടപാടിന്റെ വിശദമായ ചാർട്ടും അടങ്ങുന്നതായിരുന്നു റിപ്പോർട്ട്. മാർച്ച് 5 മുതൽ ഏപ്രിൽ 5 വരെ പല തവണയായാണ് പണം കൊണ്ടുവന്നത്. 9 ജില്ലകളിൽ ബിജെപി നേതാക്കൾക്ക് പണം നൽകി. ഇതിന്റെ കൃത്യമായ ചാർട്ടും റിപ്പോർട്ടിനൊപ്പം ഉൾപ്പെടുത്തിയിരുന്നു. ബംഗളൂരുവിലെ ബിജെപി കേന്ദ്രത്തിൽ നിന്നാണ് പണം കേരളത്തിലേക്ക് എത്തിയത്. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അറിവോടെയും ഇടപെടലോടെയുമായിരുന്നു കുഴൽപ്പണം കേരളത്തിലെത്തിയതെന്നും പോലീസ് കണ്ടെത്തി. സുരേന്ദ്രൻ മത്സരിച്ച കോന്നി നിയമസഭാ മണ്ഡലത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾക്ക് 10,000 രൂപ മുതൽ 20,000 രൂപ വരെ വിതരണം ചെയ്തതായി വ്യക്തമാക്കുന്ന പിടിയിലായ ധർമ്മരാജന്റെ മൊഴിയും കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയിരുന്നു. ബിജെപി തൃശൂർ ജില്ലാ സെക്രട്ടറി സുജയസേനൻ വഴി 7 തവണ പണം ഇറക്കിയതായാണ് പോലീസ് കണ്ടെത്തിയത്. ബിജെപി തൃശൂർ ജില്ലാ നേതൃത്വമാണ് കുഴൽപ്പണം ഇറക്കിയ ധർമ്മരാജനും സംഘത്തിനും താമസ സൗകര്യമൊരുക്കിയത്. 2016 മാർച്ച് 12 അമല ആശുപത്രി പരിസരത്ത് സുജയസേനന് 2 കോടി കൈമാറി. 13 വീണ്ടും ഇതേ സ്ഥലത്ത് വെച്ച് 1.5 കോടിയും 14 വിയ്യൂരിൽ വെച്ച് 1.5 കോടിയും കൈമാറുകയായിരുന്നു. 27 1 കോടിയും 31 1.1 കോടിയും വീണ്ടും കൈമാറി. ഏപ്രിൽ 3 6.3 കോടി തൃശൂർ ബിജെപി ഓഫീസിലെത്തിച്ച് സുജയസേനന് നൽകി. 5 വീണ്ടും തൃശൂരിൽ 2 കോടി. അങ്ങനെ കൃത്യമായ കണക്കും തീയതിയും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നു. കവർച്ച നടന്നയുടൻ ബിജെപി മധ്യമേഖലാ സെക്രട്ടറി കാശിനാഥൻ, ജില്ലാ ട്രഷറർ സുജയസേനൻ എന്നിവർ കൊടകരയിലെത്തുന്നു. പോലീസിൽ വിവരമറിയിക്കാതെ പണം കടത്തിയ ധർമ്മരാജനെയും പ്രതി റഷീദിനെയും കൂട്ടി ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി. തൃശൂർ ജില്ലാ സെക്രട്ടറി KR ഹരിയും വിവരമറിഞ്ഞ് ഓഫീസിലേക്ക് എത്തുന്നു. അങ്ങനെ കൊടകര കുഴൽപ്പണ കേസിലെ ബിജെപി ബന്ധം വ്യക്തമാക്കുന്ന നിർണായക തെളിവുകളും രേഖകളുമാണ് സംസ്ഥാന പോലീസ് ഇഡിക്ക് നൽകിയിരുന്നത്. ഇവയെല്ലാം മറച്ചുവെച്ച് കേവലം സ്ഥലക്കച്ചവട ഇടപാടായി സംഭവത്തെ മാറ്റുകയായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസി. സാലി മുഹമ്മദ്, കൊച്ചി.